ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL 2024 ഫിലിംസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിൾ, റേഡിയസ് 7 യൂണിറ്റ്, PQ QR കോഡാണ്, 7 യൂണിറ്റ് തന്നെയാണ് ഈ പറയുന്ന ലെങ്ത്. ദെൻ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് കോഡ് PR ഇൻ യൂണിറ്റ്? ഓക്കെ, അപ്പോൾ ആദ്യം ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഒരു സർക്കിളിനകത്ത് റേഡിയസ് 7 ആണ്. ഓക്കെ, ദെൻ PQവും QR-ഉം കോഡുകളാണ്. PQവും QR-ഉം കോഡാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് PQ, ഇത് QR, ഇത് PQ, ഇത് QR. ഇത് കോഡുകളാണ്. 7 സെന്റിമീറ്റർ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ഇത് ചുമ്മാ ജോയിൻ ചെയ്യുവാണേ. ഓക്കെ, ഇതും ജോയിൻ ചെയ്യാന്ന് വിചാരിക്കും. ദെൻ ഇത് 7 ആണെങ്കിൽ ഇതും 7, ഇതും 7 അല്ലേ? കാരണം റേഡിയസ് അല്ലേ, എല്ലാം റേഡിയസ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് O എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിളും ഇക്വലാറ്റർ ട്രയാങ്കിൾ അല്ലേ വരുന്നത്? അപ്പോൾ ഇതും 60, ഇതും 60 വരത്തില്ലേ? ടോട്ടൽ 120 വരത്തില്ലേ? ടോട്ടൽ 120 വന്നു കഴിഞ്ഞാൽ ഇതാ ഈ PR ഞാൻ എടുക്കുവാന്ന് വിചാരിച്ചോ. അപ്പോൾ ആ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ, ട്രയാങ്കിൾ POR നോക്കിക്കഴിഞ്ഞാൽ ഇത് 7, ഇത് 7, ഇത് 120. നിങ്ങൾ കൊസൈൻ റൂൾ യൂസ് ചെയ്യുക. cos 120 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ളതിൻ്റെ 7ൻ്റെ സ്ക്വയർ പ്ലസ് 7ൻ്റെ സ്ക്വയർ മൈനസ് PR-ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 × 7 × 7. കൊസൈൻ റൂൾ അവിടെ അപ്ലൈ ചെയ്യുക. cos 120 എന്ന് പറയുമ്പോൾ ഓള്, സൈന്, ടാന്, കോസ് മൈനസ് ഹാഫ് എന്ന് പറഞ്ഞു കിട്ടും. -12. ഓക്കെ, ഇവിടെ 49, ഇവിടെ PR സ്ക്വയർ, ഇവിടെ 2 × 7 × 7. ഇത് തമ്മിൽ കട്ട് ചെയ്ത് കളയാം. -14 ആണ് വരും. ദെൻ ഇവിടെ 98 വരും. സോറി, ഞാനിവിടെ 49 എഴുതി, 98 വരും. കാരണം 7ൻ്റെ സ്ക്വയർ 2 പ്രാവശ്യം ഉണ്ടല്ലോ. PR സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 98 + 49. 98 + 49. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ 49 ചുമ്മാ കോമൺ എടുത്തു കഴിഞ്ഞാൽ 49 × 3 എന്ന് എഴുതാം അല്ലേ? അല്ലെങ്കിൽ കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് എത്ര വരും? 147 എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറഞ്ഞു വരും? 147 എന്ന് പറഞ്ഞു വരും. 49 × 3. അപ്പോൾ PR-ൻ്റെ വാല്യൂ എത്ര വരും? PR-ൻ്റെ വാല്യൂ 7√3 എന്ന് പറഞ്ഞു കിട്ടും. 7√3. ദെൻ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആയിരുന്നില്ല ഉണ്ടായിരുന്ന വേറെ രീതിയിലായിരുന്ന ഓപ്ഷൻ 21√3 എന്ന് പറഞ്ഞാണ് കിടന്നത്. 21√3 എന്ന് പറഞ്ഞാൽ കിടന്നത്. 21√3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 × 3/√3 ആണ്. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് √3 എന്ന് പറഞ്ഞു വരും. സോ ഓപ്ഷനിൽ ഇതായിരുന്നു ഓപ്ഷനായിട്ട് കിടന്നത്. നമ്മുടെ ആൻസർ ഏതായാലും എന്ത് തന്നെയാണ്? 7√3 എന്ന് തന്നെയാണ്.